മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ഊന്നുവടിയാണ്. വിജ്ഞാനം കൈവിളക്കും. വിളക്ക് കെടുന്ന സമയത്ത് വടി സർവാലംബിയാവുന്നത് സ്വാഭാവികമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമുക്കെല്ലാം പ്രിയപ്പെട്ട VT ഭട്ടതിരിപ്പാട് പറഞ്ഞ കാര്യമാണ്. സോ ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വിശ്വാസം അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഒരുപാട് പേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, വിശ്വസിക്കും. പക്ഷേ അവർ തിരിച്ച് തരാതാകുമ്പോൾ, അവരിന്ന് പണി കിട്ടുമ്പോൾ നമ്മൾ പഠിക്കും അല്ലേ, എന്തിനായിരുന്നു ആ വിശ്വാസമെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചോദിച്ചു പോകും. അപ്പോൾ വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഊന്നുവടിയാണ്. നമുക്കൊക്കെ എപ്പോഴും നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു ഊന്നുവടിയാണ് വിശ്വാസമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. സോ ആ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തനം കാണിച്ചുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് മേലുള്ള അല്ലെങ്കിൽ അയാളുടെ മേലുള്ള ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. സോ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അത്രയ്ക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ വലിയ മൂല്യമുള്ള ഒരു സംഗതിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ടതും വിശ്വാസമാണ്. നമ്മൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കാറില്ലേ? ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് പോസിറ്റീവ് ശക്തികളെന്ന് പറയണം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ശക്തികളിലും വിശ്വസിക്കണം. അതോടെ നിൽക്കട്ടെ, നമ്മൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നത് പോലെയാണ് ഒരാളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. അതായത് ഒരു ബന്ധം നമുക്ക് എപ്പോഴാണോ കയ്യിൽ നിന്ന് പോകുന്നത്, പിന്നീട് അത് നമ്മൾ ചേർത്ത് വെച്ചാലും ഏച്ച് കെട്ടിയാൽ മുഴിച്ചിരിക്കുമെന്ന് പറയാറില്ലേ, അതുപോലെ ഇരിക്കും. സോ വിശ്വാസം ഒരിക്കലും ലൈഫിൽ നഷ്ടപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങയിൽ ഞാൻ ഇവിടെ പറയുകയാണ്. വീണ്ടും മറ്റു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി കേട്ടുമുട്ടാം എന്ന വിശ്വാസത്തിൽ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.